എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി വരിക. ഇന്നലെ KSRTC ബസ്സിൽ എന്താ പറയുക, ഒരു ദിലീപ് പടം വെച്ചു എന്ന് പറഞ്ഞിട്ട് ദിലീപ് പടം ആ സിനിമ പറക്കം തളിക കളിക്കുന്നു, അത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം സ്ത്രീകൾ അത് നിർത്തിവെപ്പിച്ചു. അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ഒരു വിഷയമാണ് അവർ പറഞ്ഞത്. ദിലീപിൻ്റെ പടങ്ങൾ ഇനി കാണുന്നില്ല, ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ പടം കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടല്ലേ തോന്നുന്നത്? കാരണം നമുക്കൊരു വിഷയത്തിനകത്ത്, ഇപ്പോൾ വിഷയത്തിനകത്ത് ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കാത്തിടത്തോളം കാലം കീഴ്ക്കോടതി വിധിയാണിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കെന്നല്ല, ഇപ്പോൾ ഈ ആർക്കെങ്കിലും കീഴ്ക്കോടതി വിധിയിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നീതി നടപ്പാക്കിയില്ല എന്ന് തോന്നിയാൽ ഉടനെ നമുക്ക് അടുത്ത ലെവൽ കോടതികളിലേക്ക്, മേൽക്കോടതിയിലേക്ക്, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ നമുക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ നമ്മൾ വാദിച്ച വക്കീൽ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്ന് പ്രഗത്ഭരായ വക്കീലന്മാരെ കണ്ടെത്തി ആ കേസ് ഏൽപ്പിച്ച് നമുക്ക് കയ്യിലുള്ള തെളിവുകൾ, ഇപ്പോൾ പോലീസിന് കണ്ടെത്താൻ പറ്റാത്ത തെളിവുകൾ അത്രയും ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ചില വ്യക്തികളൊക്കെ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, മറ്റേ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം? പ്രഗത്ഭരായ ഒരു വക്കീലിനെ ഏൽപ്പിച്ചിട്ട് മേൽക്കോടതിയിൽ കേസ് വാദിക്കുക. ദിലീപിന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ, അല്ല, ദിലീപിലേക്ക് നീങ്ങുന്ന വ്യക്തമായ സോളിഡ് പ്രൂഫ്, അതായത് എന്താ പറയുക, കോടതിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള തെളിവുകൾ നിങ്ങളുടെ ഭാഗങ്ങളിലുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചുകൊണ്ട് ആ കേസ് നടത്തി അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ മാതിരി എന്താ പറയുക, സിനിമ ബഹിഷ്കരിക്കുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ദിലീപ് അഭിനയിക്കുന്ന പടങ്ങളിൽ ദിലീപിൻ്റെ മാത്രം പടമല്ല, അതിനകത്ത് ഒരു പ്രൊഡ്യൂസറുണ്ട്, അയാളാണ് ആ കാശ് മുടക്കുന്നത്. അയാൾ ആ ദിലീപിനെ വെച്ച് പടം എടുത്തു എന്ന പേരിൽ അയാൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അയാൾ കോടിക്കണക്കിന് രൂപ മുടക്കിയേക്കുന്നത് അയാൾ ഒരു ലാഭം പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ആ പടം വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ സമര രീതി, അതായത് പടം ബഹിഷ്കരിക്കുക എന്ന രീതി വെച്ച് വരുമ്പോഴത്തേക്കിന് ആ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെക്നീഷ്യൻസ്, അഭിനയിച്ചവർ, ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കമുള്ള ആൾക്കാർക്ക് ആണ് ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം അവരുടെ പടം ഓടിയില്ലെങ്കിൽ അവർക്കാണ് ബുദ്ധിമുട്ട് വരിക. പ്രധാനമായിട്ടും നിർമ്മാതാവിന് നഷ്ടം വരും, ഡയറക്ടർക്ക് നഷ്ടം വരും, അങ്ങനെ എല്ലാവർക്കും നഷ്ടം വരുവാണ് ഇതിനകത്ത്. കാരണം സിനിമ ദിലീപിൻ്റെ മാത്രമായിരിക്കില്ല, ആ ദിലീപ് അഭിനയിച്ച പടത്തിനകത്ത് ഡയറക്ടർ മുതൽ പ്രൊഡ്യൂസർ മുതൽ താഴേക്ക് കീഴേക്കിടയിൽ ലൈറ്റ് ബോയ് വരെ അതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടിൻ്റെ വില നിങ്ങൾ ഒരു നിമിഷം